ഞാനിപ്പോൾ ഉള്ളത് മലപ്പുറം ജില്ലയിൽ ദേശീയപാത കടന്നു പോകുന്ന മാറാക്കര പഞ്ചായത്തിലെ രണ്ടത്താണി അയ്യൂബ് ഖാൻ റോഡിലാണ് ഉള്ളത്. ഈ റോഡിൻ്റെ ഒരു അവസ്ഥ ഇപ്പോൾ നമുക്കിത് റോഡായി തോന്നാം, പക്ഷേ ശക്തമായ ഒരു മഴ പെയ്താൽ അക്ഷരാർത്ഥത്തിൽ ഈ റോഡ് ഒരു തോടായി മാറുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് എന്നാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അത് ഈ പ്രദേശത്തെ വീടുകളുടെ മുന്നിലൊക്കെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ചാക്കുകൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വീടിൻ്റെ മുൻഭാഗമൊക്കെ കല്ലും കട്ടകളൊക്കെ ഉപയോഗിച്ച് പടുത്തു വെച്ചിട്ടുണ്ട്. വീടിൻ്റെ അകത്തേക്ക് അല്ലെങ്കിൽ വീട്ടിൻ്റെ മുറ്റത്തേക്ക് വാഹനങ്ങൾക്കോ മറ്റൊന്നും കയറാൻ പറ്റാത്ത രീതിയിൽ. അതിനൊരു കാരണം ഈ തരത്തിൽ വലിയ തരത്തിൽ വെള്ളം ഇവരുടെ വീടുകളിലേക്ക് കുത്തിവലിച്ചു വരുന്നു എന്നുള്ളതാണ്. ഈ ദേശീയപാതയുടെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് ഡ്രൈനേജ് നിർമ്മിച്ച ആ ഡ്രൈനേജിലൂടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുകളിൽ നിന്നും ഒക്കെ ഏതാണ്ട് 1.5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നുള്ള വെള്ളം മുഴുവൻ ശേഖരിച്ച് ആ ഡ്രൈനേജിലൂടെ ഈ റോഡിലേക്ക് തള്ളിവിടുന്ന ഒരു സാഹചര്യമാണ്. ഈ റോഡും കവിഞ്ഞ് വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്ന ഒരു സാഹചര്യം. ഇവിടുത്തെ കിണറുകളും പറമ്പുകളൊക്കെ ഒരുപോലെ ആകുന്ന ഒരവസ്ഥ, വലിയ തരത്തിലുള്ള വെള്ളം കുത്തിയൊലിക്കുന്ന ഒരവസ്ഥ. ഈ വെള്ളം വീടുകളിലേക്ക് വരാതിരിക്കാനാണ് ഇവർ സ്വന്തം വീടിൻ്റെ ഉമ്മറത്ത് ഇത്തരത്തിൽ കെട്ടുകൾ കെട്ടി പടുത്ത് വെക്കുന്ന ഒരവസ്ഥ ഉണ്ടായത്. മാത്രമല്ല ഇവിടെയുള്ള ആളുകളൊക്കെ പലരും വീട്ടിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം, അവിടെ ബന്ധുവീടുകളിലേക്ക് മാറുന്ന സാഹചര്യം. പ്രായമായ ആളുകൾ, ആശുപത്രിയിലുള്ള ആളുകളുണ്ട്, അവരെയൊന്നും കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥ. ഈ റോഡിലൂടെ ശക്തമായൊരു മഴ പെയ്താൽ റോഡിലൂടെ വലിയ തരത്തിൽ വെള്ളം, ഒരു മലവെള്ളപ്പാച്ചിൽ പോലെ വെള്ളം കുത്തിയൊലിച്ച് വരുന്ന ഒരു സാഹചര്യമാണുള്ളത്. അത് ഒരു പക്ഷേ അർദ്ധരാത്രിയാകാം. അതായത് ഈ മഴക്കാലം കഴിയുന്നത്, അപ്പം ജൂൺ മാസം മഴ തുടങ്ങുന്നേ ഉള്ളൂ. പക്ഷേ ഈ മഴക്കാലമാകുന്നതോടുകൂടി ഇവിടുന്ന് ഈ പ്രദേശവാസികൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു സാഹചര്യമാണുള്ളത്. ഇപ്പം ഇവിടുത്തെ ആളുകളൊക്കെ നമ്മളൊപ്പം ചേരുന്നുണ്ട്. എന്താണിപ്പോൾ ഇവിടുത്തെ ഒരു സാഹചര്യം? മഴ പെയ്താൽ ഞങ്ങൾക്ക് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയാണ്. മഴ വരുന്നത് കാണുമ്പോഴേക്കും ജനങ്ങൾക്ക് ഭീതിയാണിപ്പോൾ. കാരണം അതിശക്തമായ വെള്ളമാണ് ഈ റോട്ടിലൂടെ വരുന്നത്. ഇതിപ്പോൾ ഒരു റോഡല്ല, ഒരു പുഴയാണ് ശരിക്കും പറഞ്ഞാൽ. ചെളിവെള്ളം അങ്ങോട്ട് വന്ന് നിറയുകയാണ്. കിണറുകളിലും പറമ്പുകളിലും വീടുകളുടെ അകത്തേക്ക് പോലും വെള്ളം വരികയാണ്. അതുകൊണ്ട് എല്ലാ വീട്ടുകാരും ഇപ്പോൾ വീടിന് മുന്നിൽ ഇങ്ങനെ ബണ്ട് കെട്ടി വെച്ചിരിക്കുകയാണ്, അകത്തേക്ക് വെള്ളം വരാതിരിക്കാൻ വേണ്ടിയിട്ട്. ഈ വെള്ളം വരുന്നതോടുകൂടി പുരയിടങ്ങളിലുള്ള മരങ്ങളൊക്കെ കടപുഴകി വീഴുകയും അതുപോലെ ചകിരിയും തേങ്ങയും ഒക്കെ ഒലിച്ചു പോകുന്ന ഒരവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ മുറ്റം എല്ലാം നാശമായിരിക്കുന്നു, വീടും എല്ലാം നാശമായിരിക്കുന്നു. ഇനി ഇപ്പോൾ ഒരു ഡ്രെയിനേജ് മാത്രമാണ് തുറന്നിട്ടുള്ളത്. 4 ഡ്രെയിനേജുകളാണ് അതിനകത്തുള്ളത്. അതിലിപ്പോൾ ഒരു ഡ്രെയിനേജിൻ്റെ അവസ്ഥയാണിത്. ഇനി എല്ലാ ഡ്രെയിനേജും കൂടിയും തുറന്ന് വെള്ളം മുഴുവനും കൂടെ ഇങ്ങോട്ട് ഒഴുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം ഞങ്ങളെ വീടുകളിലേക്കും വരും, വീടുകൾ പൊളിഞ്ഞു ചാടും. ഇപ്പോൾ മതിലൊന്നും ഇപ്പോൾ പൊളിഞ്ഞു ചാടിയിട്ടില്ല, ഇനി ആ മതിലുകളും പൊളിഞ്ഞു ചാടും. പിന്നെ കയറി ഞങ്ങളെ വീടുകളിലേക്കും വരുന്നൊരവസ്ഥയാണ്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ കഴിയുന്നില്ല. എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങൾക്ക് ഇതിന് കണ്ടേ കഴിയൂ. അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ടെന്ന് ഒരു സംശയവും ഇല്ല. കാരണം ചെറിയ കുട്ടികൾ സ്കൂളിൽ പോകുന്ന വഴിയാണിത്. ഞങ്ങൾ ആശ്രയിച്ചിരുന്ന ഒരു വഴിയാണിത്. ഈ വഴിയിലൂടെയാണ് ഇപ്പോൾ ഇതുപോലെയുള്ള വെള്ളം വരുന്നത്. മഴ പെയ്യുന്ന ഒരു സമയത്ത് ഞങ്ങൾക്ക് എന്തൊരാവശ്യം ഉണ്ടെങ്കിലും പുറത്തേക്ക് ഇറങ്ങാൻ കഴിയില്ല എന്നുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഞങ്ങൾ വന്ന് നിൽക്കുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഇതിനൊരു പരിഹാരം കണ്ടേ തീരൂ എന്ന് ഞങ്ങൾ എല്ലാവരോടും പറയുന്നുണ്ട്. എല്ലാ ജനപ്രതിനിധികളോടും എല്ലാ ഗവൺമെൻറ്റിനോടും ഞങ്ങൾക്ക് എത്തിക്കാൻ കഴിയുന്നിടത്ത് മുഴുവൻ ഞങ്ങളിത് എത്തിച്ചിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ ആരും ഒന്ന് തിരിഞ്ഞു നോക്കിയേ, ഇപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥ ഇവിടെ ഉണ്ടായിട്ട് ഒരു ഹെൽത്തിൽ നിന്ന് ഒരാൾ വന്നു നോക്കിയേ ഒന്നും ചെയ്തിട്ടില്ല. എല്ലായിടത്തും ഇപ്പോൾ രോഗങ്ങൾ പകരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾക്കിവിടെ രോഗങ്ങൾ വെറുതെ കിട്ടുന്ന ഒരവസ്ഥയാണ്. ഈ വെള്ളത്തിലൂടെ നടന്നു പോവുകയും ഈ വെള്ളം ഞങ്ങൾ കുടിക്കേണ്ടി വരുന്ന ഒരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കൂ ഞങ്ങളുടെ ആരോഗ്യ പ്രശ്നം എങ്ങനെ ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ ഇതിനൊക്കെ ഒരു പരിഹാരം ഞങ്ങൾക്ക് കണ്ടേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പം ഈ കിണറും പറമ്പിലൂടെ ഒക്കെ വെള്ളം ഒഴുകി വരികയല്ലേ? അതെ, കിണറിലും വീട്ടിക്ക് കക്കൂസിലൊക്കെ വെള്ളം നിൽക്കുകയാണ്. ഞങ്ങൾക്ക് തീരെ ഉപയോഗിക്കാൻ വയ്യാതായി നിൽക്കുകയാണ്. വെള്ളമൊക്കെ മുറ്റത്ത് ഫുള്ള് നിൽക്കുകയാണ്. പാമ്പിന് വന്നിട്ട് ഇത്ര വലിപ്പമുള്ളൊരു പാമ്പെന്ന് എനിക്ക് പൊന്തിരുന്നില്ല കുഴിച്ചിടാൻ നോക്കുമ്പോൾ. അത്രയും ഞങ്ങൾ ഇടങ്ങാറായിക്കണം. ഞങ്ങൾക്ക് ഈ കുഞ്ഞു മക്കളൊക്കെ സ്കൂളിൽ പോവുക. ഞങ്ങളെ വീട്ടിൽ വയസ്സായ ആളുകളുണ്ട്. ഒന്നൊരു സുഖമില്ലാതായ ഒരു ഡോക്ടറെ അടുത്തേക്ക് മിഞ്ഞാന്ന് എടുത്തിട്ടാണ് ഒരാളെ കൊണ്ടായത്. ആ കോലത്തിലാണ് ഞങ്ങൾ കസാലയിൽ വെച്ച് ഇത്രയും സൗകര്യങ്ങളും ഇത്രയും പൈസയൊക്കെ മുടക്കിയിട്ട് കിട്ടിയ ഒരു അവസ്ഥയാണ് ഞങ്ങൾക്കിത്. അതുകൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കണ്ടേ തീരൂ. ഇതിന് ചെയ്യണില്ലെങ്കിൽ കിട്ടുന്ന വരെ ഞങ്ങൾ പൊരുതും, ഉറപ്പാണ്.
തീർച്ചയായിട്ടും അവരുടെ ജീവിതം വലിയ ദുരിതത്തിലേക്കാണ്. കാരണം സ്വന്തമായി പണം മുടക്കി വീടൊക്കെ ഉണ്ടാക്കി വീട്ടിലേക്ക് വഴിയൊക്കെ ഉണ്ടാക്കിയിട്ടും ആ വീടും വഴിയൊന്നും ഉപയോഗിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇപ്പം ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഒരു ആക്സസ്, അതായത് ഡ്രൈനേജിൻ്റെ ഒരു ഭാഗം മാത്രമാണ് തുറന്നിട്ടിട്ടുള്ളത്. ഇനിയും ധാരാളം വാൾവുകൾ തുറന്നു വിടാനുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ വലിയ തരത്തിലുള്ള ഒരു വെള്ളം, ഒരു കുത്തൊഴുക്കായിരിക്കും ഇവിടെയുള്ളത്. ഇപ്പം ഒരു പ്രളയ സമാനമായൊരു സാഹചര്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പ്രദേശത്ത് പറയാം. കാരണം നിരവധി വീടുകളുടെ ഉള്ളിലേക്ക് വെള്ളം കയറുന്നു. വെള്ളവും ചെളിയും അടക്കമാണ് വീടുകളുടെ ഉള്ളിലേക്ക് വരുന്നത്. അത് വെള്ളം വരാതിരിക്കാനാണ് ഇവർ വീടുകളുടെ മുൻപിലെല്ലാം തന്നെ ഇത്തരത്തിൽ ചാക്കുകൾ നിറച്ചും കല്ല് കൊണ്ട് പടുത്തുമൊക്കെ ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള ഒരു മതിൽ തീർക്കുന്നു. പക്ഷേ അതും കവിഞ്ഞ് വെള്ളം വീട്ടിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ്. ഇതിപ്പം പല പ്രദേശങ്ങളിൽ ഇപ്പോൾ ആളുകൾ വീണ്ടും നമ്മുടെ ചേരുന്ന ഈ പ്രദേശത്തെ ആളുകൾ പല പ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് വരികയാണ്. അത് മുകളിൽ നിന്ന് ഒരു കിലോമീറ്റർ അവിടെ നിന്നുള്ള വെള്ളം മൊത്തം ഇങ്ങോട്ടാണ് വരുന്നത്. ഈ സൈഡിൽ നിന്ന് മുകളിലേക്കുള്ള വെള്ളം 1 കിലോമീറ്ററോളം വെള്ളം ഇങ്ങോട്ടാണ് വരുന്നത്. ഇതും കൂടി വെള്ളം വരുമ്പോൾ ചെറിയൊരു മഴ പെയ്താൽ മതി, അപ്പോഴേക്കും പുഴ പോലെ ഇങ്ങോട്ട് വരാണ്. ശക്തമായ മഴ വരികയാണെങ്കിൽ ഒരാൾ ഹൈറ്റിൻ്റെ ലെവലിൽ വെള്ളം കയറും. ആ ലെവലിലാണ്. ഇവിടെ ഒരു 10-250 കുടുംബങ്ങളുണ്ട്, വീടും കാര്യങ്ങളും. എൻ്റെ അറിവിൽ അതിൽ പകുതിയും ആൾക്കാർ സ്ത്രീകളും കുട്ടികളും ഉള്ളൂ. ആണുങ്ങൾ പുരുഷന്മാരൊക്കെ ഗൾഫിലും മറ്റുള്ള ഇതിലുമാണ്. ഇവിടെ എന്ത് വന്നാലും ആരോട് പോയി പറയാനും പറ്റില്ല. അസുഖം വന്ന വയസ്സായവരും പ്രായം കൂടിയവരും ഇവരൊക്കെയാണുള്ളത്. അതിന് വന്നിട്ട് ഒരു പരിഹാരം എന്തായാലും ഗവൺമെൻറ്റിൻ്റെ ഇതിൽ നിന്നോ ഇല്ലെങ്കിൽ KNRൻ്റെ ഭാഗത്തു നിന്നോ ഇവരൊക്കെ ഒരു നടപടികൾ ഞങ്ങൾക്കൊക്കെ ചെയ്തു തരണം. ഞങ്ങളെ ക്വാർട്ടേഴ്സിലൊക്കെ വെള്ളം കയറിയിട്ട് ഒരു സംഖ്യയുടെ നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ വീടുകളിലും കിണർ, കക്കൂസ്, ബാത്റൂം അതൊക്കെ ചെളിയും കാര്യങ്ങളും കയറാൻ പറ്റില്ല. വളരെ ദുരിതമാണ്. നിത്യ ഉപയോഗ കാര്യങ്ങളൊക്കെ മുടങ്ങുന്ന സമയത്ത് കുറേ ടീമുകൾ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോയിരിക്കുന്നു. ബന്ധുവീടുകളിൽ പോയി, ബന്ധുവീടില്ലാത്തവർ വീണ്ടും കഷ്ടപ്പെട്ട് ഇവിടെ തന്നെ നിൽക്കുന്നു. അങ്ങനെയൊക്കെയുള്ളൊരവസ്ഥയിലാണ്. തീർച്ചയായിട്ടും ആളുകൾ വളരെ ഭയത്തോടെയാണ് കഴിയുന്നത്. കാരണം രാത്രിയൊക്കെ അതിശക്തമായ മഴ പെയ്താൽ വലിയ തരത്തിൽ വെള്ളം കുത്തിയൊഴുക്കി വരികയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ടോയ്ലറ്റും കിണറും ഒക്കെ വെള്ളം മൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ആരോഗ്യ ഭീഷണിയുണ്ട്. ഇപ്പം നമുക്കറിയാം ജില്ലയിലും സംസ്ഥാനത്തുടനീളവും മഞ്ഞപ്പിത്തമടക്കമുള്ള പകർച്ചവ്യാധികൾ പടരുന്ന ഒരു സാഹചര്യമുണ്ട്. ആ സാഹചര്യത്തിൽ ഇത്തരത്തിൽ കിണറുകളൊക്കെ മലിനമാകുന്നത് വലിയ ആരോഗ്യ ഭീഷണി നേരിടുന്നുണ്ട്. അത് വലിയ തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊരു ആശങ്കയും ഇവിടുത്തെ ആളുകൾക്കുണ്ട്. ശക്തമായ മഴ പെയ്താൽ പിന്നെ ഈ പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരവസ്ഥയാണ്. ഇനിയിപ്പം സ്കൂളുകളൊക്കെ തുറക്കാൻ പോവുകയാണ്. ഇവിടെ ധാരാളം കുട്ടികളടക്കമുള്ളവർ ഉണ്ട്. ഉപയോഗിക്കുന്നൊരു വഴിയാണ് ഇത്. എങ്ങനെ ഇതിലൂടെ പോകും എന്നുള്ളൊരു കാര്യത്തിൽ വലിയ ആശങ്കയാണ് ഇവർക്കുള്ളത്. അധികാരികൾ അവരോട് പല തവണ ഇതുമായി ബന്ധപ്പെട്ട ഇവരുടെ പ്രശ്നങ്ങൾ ബോധിപ്പിച്ചിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് പറയുന്നത്. ഇനി വലിയ അപകടങ്ങൾ, ഒരുപക്ഷെ ഇത്തരത്തിൽ വെള്ളം കെട്ടി നിന്നാൽ വീടുകൾ നശിക്കുക അല്ലെങ്കിൽ മതിലുകളൊക്കെ ഇടിഞ്ഞു വീണും വലിയ തരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കാം. വലിയ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവിടുത്തെ ആളുകൾക്കുണ്ടാകാം. ഇതിനെല്ലാം തന്നെ ഒരു ശാശ്വത പരിഹാരം എത്രയും പെട്ടെന്ന് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ്. പലതവണ അധികാരികൾ ഇത് അറിയിച്ചിട്ടുണ്ട്. പക്ഷേ അതിലൊന്നും യാതൊരുവിധ നടപടിയും ഉണ്ടായില്ല എന്നാണ് ഇവർ പറയുന്നത്. ഏതായാലും വലിയ ദുരിതത്തിലാണ് ഇപ്പോൾ ഇവിടെയുള്ള നിരവധി വരുന്ന കുടുംബങ്ങൾ. ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഈ നാട്ടുകാർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ജംഷീർ കൊടിഞ്ഞി, മീഡിയ 1 തിരൂർ. എണ്ണിപ്പറയും ഓരോ വോട്ടും. ജൂൺ 4 മീഡിയ 1-നൊപ്പം.